സ്നേഹികളെ, 2025 അഗപ്പെ ജനറൽ കൺവെൻഷനോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഞങ്ങൾ ഇവിടെ കഥാപ്രസം അവതരിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശംസകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ വിനീതമായ കൂപ്പുകൈ. ഒരു അമാവാസി രാത്രി കോരിച്ചൊരിയുന്ന മഴയിൽ 1000 രാവുകളാവുന്ന അന്ധകാരത്തിന്റെ മിന്നൽ പിണരുകളെ വകവയ്ക്കാതെ അതാ ആരോദ്രദൃഢനായ ഒരു മധ്യവയസ്കൻ നടന്നു നീങ്ങുകയാണ്. അദ്ദേഹം ഒരു ശവക്കല്ലറയുടെ ശിരോഭാഗത്തേക്കല്ലേ നടന്നു നീങ്ങുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ആ ശവക്കല്ലറയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു, മാപ്പ് തരൂ, മാപ്പ് തരൂ, ഈ പാപിക്ക് മാപ്പ് തരൂ. അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു നീങ്ങി. മാനവജാതിക്ക് ദൈവപുത്രൻ നൽകിയ സ്നേഹത്തിന് പകരം പ്രഘോഷിച്ചുകൊണ്ട് അയാൾ നടന്നു നീങ്ങുകയാണ്. നവ്യമായൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിത നൽകുന്നു. തമ്മിൽ തമ്മിൽ സ്നേഹിച്ചിടുവിൻ നിങ്ങളെ ഞാനെന്നപ്പോ. തമ്മിൽ തമ്മിൽ സ്നേഹിച്ചിടുവിൻ നിങ്ങളെ ഞാനെന്നപ്പോ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് മുന്തിരിത്തോപ്പ്. എത്ര മനോഹരമായ മുന്തിരിത്തോപ്പ്! പഴുത്ത് കറുത്തുരുണ്ട പാകമായ മുന്തിരിക്കുലകൾ, സൂര്യകിരണങ്ങൾ ആ മുന്തിരിക്കുലകളുടെ ശോഭ വർണ്ണ്യമാക്കുന്നു. ഈ മുന്തിരിത്തോപ്പിനെ കുറിച്ച് എനിക്ക് വർണ്ണിക്കാനേ സാധ്യമല്ല. തോട്ടം മുന്തിരിത്തോട്ടം, സമൃദ്ധ മുന്തിരിത്തോട്ടം, എത്ര മനോഹര തോട്ടം. സമൃദ്ധ മുന്തിരിത്തോട്ടം, തോട്ടം മുന്തിരിത്തോട്ടം, സമൃദ്ധ മുന്തിരിത്തോട്ടം, എത്ര മനോഹര തോട്ടം. സമൃദ്ധ മുന്തിരിത്തോട്ടം, സ്വർണ്ണവർണ്ണ മാറ്റു നിറയ്ക്കും മുന്തിരിക്കുഴകൾ പഴുത്തു നിറയ്ക്കും തോട്ടം മുന്തിരിത്തോട്ടം, തോട്ടം മുന്തിരിത്തോട്ടം. ഈ തോട്ടത്തിന്റെ എതിർവശത്തായി അമ്പരചുംബിയായ ഒരു സൗധം കണ്ടോ? അത് ആഹാബ് രാജാവിന്റെ കൊട്ടാരമാണ്. ഒരു സായം സന്ധ്യയിൽ മട്ടുപ്പാവിൽ കൂടി രാജാവ് ഇങ്ങനെ ഉലാത്തുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ ആ വശ്യസുന്ദരമായ മനോഹരമായ മുന്തിരിത്തോപ്പ് ആകർഷനായി. എത്ര മനോഹരം ആ മുന്തിരിത്തോപ്പ് കാണാൻ! എന്റെ മുന്തിരിത്തോപ്പ് പോലും ഇല്ല ഇത്രയും ഭംഗി. എത്ര മനോഹരമാണ് ആ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കാണാൻ! എനിക്കിത് സ്വന്തമാക്കിയേ പറ്റൂ. എനിക്ക് ആ തോപ്പ് സ്വന്തമാക്കണം. രാജാവിന് അന്ന് രാത്രി ഉറക്കം വന്നില്ല. പിറ്റേ ദിവസം ആരുടെ നമുക്ക് മുന്നിൽ നാബോത്തിനെ ഹാജരാക്കൂ. ഭൃത്യൻ നടന്നു നീങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ നാബോത്ത് രാജാവിന്റെ മുൻപിൽ ഹാജരായി. രാജാവ് ചിരിച്ചുകൊണ്ട്, നാബോത്ത്, ആ മനോഹരമായ മുന്തിരിത്തോപ്പ് നിന്റേതാണോ? നാബോത്ത് സന്തോഷത്തോടെ അഭിമാനത്തോടെ പറഞ്ഞു, അതെ അതെ രാജാവേ, ആ മുന്തിരിത്തോപ്പ് അത് എന്റേതാണ്. എങ്കിൽ അത് എനിക്ക് തന്നേക്കൂ. നാബോത്തിന് ഇത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഇല്ല രാജാവേ, അത് ഞാൻ തരില്ല. അത്
അത് എനിക്ക് തരാൻ പറ്റില്ല. അത് അത് ഞങ്ങളുടെ പൂർവികന്മാരുടെ അവകാശമാണ്, ഞങ്ങളുടെ പൂർവികന്മാരുടെ സ്വത്താണ്. അത് അത് ഞാൻ തരില്ല. അത് ഞങ്ങളുടെ അവകാശമാണ്. പൂർവികന്ന മുന്തിരിത്തോ ജീവന്റെ ജീവനം ചക്രവർത്തി, എന്തു വന്നാലും ആരെതിർത്താലും ഇല്ല തരില്ലീ തോട്ടം. എന്തു വന്നാലും ആരെതിർത്താലും ഇല്ല തരില്ലീ തോട്ടം. എന്ത്? നീ തരില്ലെന്നോ? കടക്കപ്പുറത്ത്. നാബോത്ത് വളരെ വിഷമത്തോടെ കൊട്ടാരത്തിന്റെ പടിയിറങ്ങി. പക്ഷേ അന്ന് രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല. അദ്ദേഹം തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അല്ലെങ്കിലും മറ്റുള്ളവരുടെ വിലപ്പെട്ടത് എന്ത് കണ്ടാലും സ്വന്തമാക്കണമെന്നാണല്ലോ മനുഷ്യരായ നമ്മുടെ ആഗ്രഹം. ദുരാഗ്രഹത്തിന്റെയും സ്വാർത്ഥതയുടെയും ചിന്തകൾ അകത്ത് കയറിക്കൂടിയ ആഹാബ് രാജാവിന് ഉറക്കം വന്നില്ല. അന്ന് രാത്രി അസ്വസ്ഥനായിരുന്നു. ഇത് കണ്ട തന്റെ ഭാര്യ, പ്രഭു, അങ്ങക്ക് എന്ത് പറ്റി? അങ്ങ് വളരെ അസ്വസ്ഥനാണല്ലോ. എനിക്കൊന്നും പറ്റിയിട്ടില്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല. കള്ളമാണ് അങ്ങ് പറയുന്നത്. അങ്ങയുടെ സുഖത്തിലും ദുഃഖത്തിലും ഈ നിമിഷം വരെ ഞാനില്ലായിരുന്നോ? അങ്ങയുടെ മുഖം കാർമേഘം പോലെ കറുത്തിരുണ്ട് നിൽക്കുന്നത് എനിക്ക് കാണാം. പറ, അങ്ങക്ക് എന്താ പറ്റിയത്? ഗത്യന്തരമില്ലാതെ തന്റെ ഭാര്യയുടെ മുമ്പിൽ എല്ലാം രാജാവ് വിവരിച്ചു. താൻ എടുത്ത കടുത്ത തീരുമാനവും പറഞ്ഞു. വേണ്ട, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ രാജ്യം മുഴുവനും അങ്ങേക്കെതിരാവും. ഞാനൊരു സൂത്രം പറഞ്ഞുതരാം, ഞാനൊരു ഉപായ സൂത്രം പറഞ്ഞുതരാം. രാജാവിനും ദൈവത്തിനും എതിരായി നാബോത്ത് ദൂഷണം പറഞ്ഞതായി നമുക്ക് നാട് നീളെ പ്രചരിപ്പിക്കാം. ഈ സൂത്രം കേട്ടപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷമായി. രാജാവ് തന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ച് ശിരസിൽ ചുംബിച്ചു, കവളിൽ ചുംബിച്ചു. തന്റെ ഭാര്യയെ അഭിനന്ദിച്ചു. നിന്റെ സൂത്രം കൊള്ളാം. അങ്ങനെ നേരം പുലർന്നു. ആരെവിടെ? രാജാവിനും ദൈവത്തിനും എതിരായി നാബോത്ത് ദൂഷണം പറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത നാടെങ്ങും പരക്കെ പടരാൻ തുടങ്ങി. അങ്ങനെ കേട്ടവർ നാബോത്തിന്റെ കുടിലേക്ക് പാഞ്ഞു ചെന്നു. എല്ലാവരും ഓടി തുടങ്ങി. നാബോത്തിന്റെ കുടിലിൽ ജനങ്ങൾ തടിച്ചുകൂടി. അവർ പറഞ്ഞു, അവനെ കല്ലെറിഞ്ഞു കൊല്ലുക, അവനെ കല്ലെറിഞ്ഞു കൊല്ലുക, അവനെ കല്ലെറിഞ്ഞു കൊല്ലുക. കേട്ടവർ നാബോത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. നാബോത്ത് പേടിച്ചിരുണ്ട് ഒരു പേടമാനെ പോലെ പേടിച്ചിരുണ്ട് ആ കുടിലിനുള്ളിൽ പതുങ്ങിക്കിടന്നു. അപ്പോൾ അതാ ഒരാൾ ആ കുടിലിനകത്തേക്ക് പാഞ്ഞു കയറി വാതിലുകൾ ചവിട്ടി പൊളിച്ചു. നാബോത്തിനെ ഒരു മൃഗത്തെ പോലെ പിടിച്ചു വലിച്ചിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഒരു മൃഗത്തെ പോലെ കൊണ്ടുപോയി കൊട്ടാരത്തിന്റെ ഇരുമ്പ് തൂണിൽ കെട്ടിയിട്ടു. നാബോത്ത് പൊട്ടിക്കരഞ്ഞു. ചുറ്റും നോക്കി, ആരും സഹായിപ്പാനില്ല. നാബോത്ത് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിടയുന്ന ഹൃദയം നീറും മനസ്സുമായി നിൽക്കുന്നു നിരാശകൾ മുന്നിൽ. നിറക്കാഴ്ചകളോടങ്ങ് പുഷ്പങ്ങൾ കൊണ്ടൊരുക്കുന്നു ഞാൻ ഒരു ഭാരം. സ്വീകരിക്കൂ 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 പിതാവേ, സ്വീകരിക്കൂ 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 പിതാവേ.
ഒന്നും അറിയാത്തവനെ പോലെ ആഹാബ് രാജാവ് പുച്ഛിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. നാബോത്തിന്റെ മുന്നിൽ ചെന്നുകൊണ്ട്, നാബോത്ത്, ഇവർ ആരോപിക്കുന്ന കുറ്റത്തിന് നിനക്ക് പങ്കുണ്ടോ? ഇല്ല രാജാവേ, ഇല്ല. അങ്ങയ്ക്കും ദൈവത്തിനുമെതിരായി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഈ നാവ് ഞാൻ ഒന്നും ചലിപ്പിച്ചിട്ടില്ല. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല രാജാവേ, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. നാബോത്തിന്റെ മേലുള്ള വിധി നടപ്പാക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. കേട്ടവർ നാബോത്തിനെതിരെ വിധി പ്രഖ്യാപനവുമായി എത്തി. അവിടെ കിടന്ന പാറക്കല്ലുകൾ എടുത്ത് നാബോത്തിന്റെ ശരീരഭാഗത്തേക്ക് അവിടെ നിന്നും എറിഞ്ഞു. നാബോത്തിന്റെ ശരീരഭാഗങ്ങൾ, മാംസ കഷ്ണങ്ങൾ പിച്ച് ചീന്തി, രക്തം തളം കെട്ടി. നാബോത്തിന്റെ ശരീരം പിച്ച് ചീന്തി, പാറ കഷ്ണങ്ങൾ നാബോത്തിന്റെ ശരീരത്തിനെതിരെ വന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു പാറക്കല്ലെടുത്ത് നാബോത്തിന്റെ ശിരസിലേക്ക് ആഞ്ഞു പതിച്ചു. അമ്മേ, അമ്മേ! നാബോത്തിന്റെ ശിരസ് പൊട്ടിത്തെറിച്ചു. പ്രിയമുള്ളവരെ, ആ കരിങ്കത്തുള്ളിൽ നീതിമാനായ നാബോത്തിന്റെ രക്തം കളം തട്ടിക്കിടന്നു. ചുടുനിണമൊഴുകിയ ഭൂമിയിൽ പ്രപഞ്ചമാകെ നടുങ്ങി. സ്നേഹത്തിൻ നയമൊഴി പ്രഹരങ്ങൾ ഇരുളിൽ താണ്ഡവമാടി. സ്നേഹത്തിൻ നയമൊഴി പ്രഹരങ്ങൾ ഇരുളിൽ താണ്ഡവമാടി. വഞ്ചനയിലൂടെ, കുതന്ത്രങ്ങളിലൂടെ നേടിയ ആ മുന്തിരിത്തോപ്പ് കാണാൻ രാജാവും ഭാര്യയും തന്റെ കൈ പിടിച്ച് ആ മുന്തിരിത്തോപ്പിൽ കൂടി ഇങ്ങനെ ഉലാത്തിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഭാര്യ പറയുകയാണ്, നീന്തൽ കുളങ്ങൾ വേണം ഇവിടെ, രമ്യകർമ്മങ്ങൾ വേണം. നീന്തൽ കുളങ്ങൾ വേണം ഇവിടെ, രമ്യകർമ്മങ്ങൾ വേണം. അതെ, നീന്തൽ കുളങ്ങൾ വേണം ഇവിടെ. രാജാവേ, നമുക്കിവിടെ രമ്യ കർമ്മങ്ങൾ വേണം. നമുക്ക് നമ്മുടെ മുന്തിരിത്തോപ്പ് നല്ലതാക്കണം എന്നവര് പദ്ധതി മനസ്സിൽ തീരുമാനിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അഗ്നിജ്വാല പോലെ മിന്നൽ പിണരുകൾ അവർക്ക് ചുറ്റും മിന്നി. അവർ ഭയപ്പെട്ടു. ഒരു അശരീരി കേട്ടു. ആഹാബേ, ആഹാബേ, നാബോത്തിന്റെ രക്തം ഇവിടെ കിടക്കുന്നു. ഈ രക്തം നിന്നോട് ചോദിക്കും. ആഹാബിന്റെ രക്തം തളം കെട്ടിയ സ്ഥലത്ത് തന്നെ നിന്റെ രക്തവും ചിന്നിച്ചിതറും. നിന്റെ ശവശരീരങ്ങൾ നായ്ക്കളും കഴുകന്മാരും പിച്ച് ചീന്തും. ഇത് കേട്ടപ്പോൾ ആഹാബ് രാജാവ് ഞെട്ടി. ആഹാബ് രാജാവ് അലറി, നിർത്ത്! ആഹാബ് രാജാവ് കൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്നു. തന്റെ ചെങ്കോലും കിരീടവും വലിച്ചെറിഞ്ഞു. അവിടെ നിന്ന് ചാക്കെടുത്ത് ഒരു വസ്ത്രമണിഞ്ഞ് ഒരു സാധാരണ മനുഷ്യനെ പോലെ മാറി. പ്രിയമുള്ളവരെ, നമ്മൾ അന്ന് ആ ശവക്കല്ലറ, ആ മിന്നൽ പിടകൾക്കിടയിൽ ഒരു ശവക്കല്ലറ കണ്ടില്ലേ? ആ ശവക്കല്ലറ ആരുടെയാണെന്ന് ഓർമ്മയുണ്ടോ? അത് നാബോത്തിന്റെ ശവക്കല്ലറയായിരുന്നു. ആ ശവക്കല്ലറയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു മധ്യവയസ്കൻ കരഞ്ഞില്ലേ? മാപ്പ് തരൂ, എനിക്ക് മാപ്പ് തരൂ, ഈ മഹാപാപിക്ക് മാപ്പ് തരൂ എന്ന് പറഞ്ഞത് ആരായിരുന്നറിയോ? അത് ആഹാബ് രാജാവായിരുന്നു. അതെ, അദ്ദേഹം ദൈവത്തിന്റെ സ്നേഹമന്ത്രം രുചിച്ചറിഞ്ഞപ്പോൾ അതേ ഗാനം അദ്ദേഹം വീണ്ടും പാടി. നവ്യമായൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിത നൽകുന്നു. തമ്മിൽ തമ്മിൽ സ്നേഹിച്ചിടുവിൻ,
നിങ്ങളെ ഞാൻ എന്നപ്പോ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചിടുവിൻ നിങ്ങളെ ഞാൻ എന്നപ്പോ. അതെ പ്രിയ കലാസ്നേഹികളെ, ഈ സ്നേഹത്തിന്റെ മന്ത്രം നമ്മിൽ നുരിഞ്ഞു പൊങ്ങട്ടെ. സ്വാർത്ഥതയുടെയും ദുരാഗ്രഹത്തിന്റെയും വിത്തുകൾ നമ്മിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ഇത് നമുക്കൊരു പാഠമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.